ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വചനം ശുശ്രൂഷിക്കുന്ന അഭിഷിക്തനെ ഏൽപ്പിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന അഭിഷിക്തനെ കുടുംബമായി സമർപ്പിക്കുന്നു. മറ്റ് അഭിഷിക്തന്മാരായി വിവിധ ഇടങ്ങളിൽ നിന്ന് കൂടി വന്നിരിക്കുന്നവരെയും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരെയും ലൈവായി ശ്രദ്ധിക്കുന്നവരൊക്കെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവ് തന്നെ സകലതും ഭരിച്ചു നടത്തും. എല്ലാ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ തട്ടി ഒരിക്കൽ കൂടെ യേശുവിന് സ്തോത്രം കൊടുക്കാമോ? നന്ദി പറയാം. സബീലോ താലി ബജാക്കർ ഹല്ലേലൂയ, हालेलुया. जोरदार ताली बजाइए, मुंह खोल कर यीशु को धन्यवाद करें. यहोवा महान है. आमीन. जोर से बोलिए यहोवा महान है. हालेलुया. परमेश्वर हमें दयालु है, करुणामय है. विश्वास के साथ हम फिर से उसके चरणों में प्रार्थना के साथ आगे बढ़े. ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. सबको प्रभु यीशु मसीह के पवित्र नाम में हमारा प्रेमी सलाम देकर इस नेशन चेंजेस 2021 में स्वागत करते. हालेलुया. പ്രാർത്ഥന के साथ आगे बढ़े. ഇന്നത്തെ മീറ്റിംഗ് വലിയ അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടവർ, ഇനി ചെയ്യേണ്ടവർ, ലൈവായി ശ്രദ്ധിക്കുന്നവരെല്ലാം ആമേൻ ചെയ്താട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് ഈ മീറ്റിംഗുകൾ ഷെയർ ചെയ്യേണ്ടവർ ലിങ്കുകൾ ഷെയർ ചെയ്താട്ടെ. ओ सभी को ये मीटिंग में स्वागत कीजिए. आज पवित्र आत्मा बहुत बड़े कार्य करने के लिए जा रहे. विश्वास के साथ हम आगे बढ़ेंगे. हमें കർത്താവിന്റെ ദാസൻ പ്രിയ ജേക്കബ് സാർ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസൻ കുടുംബമായി തുടർന്നുള്ള നിമിഷം നമ്മുടെ നടുവിൽ ആരാധനയിൽ നമ്മെ ലീഡ് ചെയ്യുകയും പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ കുടുംബമായി നമുക്ക് സ്വാഗതം ചെയ്യാം. കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. Praise God. Hallelujah. 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 സ്തോത്രം. സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ നാമത്തിൽ കൂടുവാൻ നൽകുന്ന വലിയ അവസരത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേട്ടെ. കർത്താവെ അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. 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 आमीन, 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 आमीन. हालेलुया. हम सब मिलकर प्रार्थना करें. आत्मा के सामर्थ्य से हमें चलाए. हालेलुया. Praise the Lord. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ആത്മാവേ ഞങ്ങളുടെ മീതെ പരിവർത്തിക്കണമെന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. आइए पानी के ऊपर हालेलुया क्रिया क्यों परमेश्वर. परमेश्वर हमारे ऊपर भी क्रिया कर परमेश्वर. हालेलुയ. ആശ്വസിപ്പിക്കുന്ന ആമേൻ ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. Praise the Lord. वो सांत्वना देने वाला परमेश्वर के चरणों तले हम बैठे. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അവിടുത്തെ സ്വാഗതം ചെയ്യുന്നു. हे पवित्र आत्मा आपका स्वागत. We are in your presence. Fill us with your power, oh Lord. Live inside of me. Welcome, Holy Spirit. So we are in your presence.
in your presence. Fill us with your power, oh Lord, live inside of me. स्वागत पवित्र आत्मा, हम तेरी हुजूरी में, भर तू अपनी सामर्थ से, रह तू मुझ में। स्वागत पवित्र आत्मा, हम तेरी हुजूरी में, भर तू अपनी सामर्थ से, रह तू मुझ में। तू है जीवन का जल, झरना जो न सूखे, शांति दाता सारा कर पूरा कब्जा। तू है जीवन का जल, झरना जो न सूखे, शांति दाता सारा कर पूरा कब्जा। स्वागत पवित्र आत्मा, हम तेरी हुजूरी में, अर्थ से, रह तू मुझ में। स्वागत पवित्र आत्मा, हम तेरी हुजूरी में, भर तू अपनी सामर्थ से, रह तू मुझ में। ഒട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഒട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഒട്ടോളമല്ല അരയോളവും പോരാ, അങ്ങ് മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. ഒട്ടോളമല്ല അരയോളവും പോരാ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. कितने लोग इच्छा करते हैं? हालेलुया, सब मिलके दुआ करें। हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. हे परमेश्वर, हालेलुया, आपका पवित्र आत्मा का सामर्थ्य से मुझे भर। ഓ ഹല്ലേലൂയ. 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 ആഗ്രഹിക്കുന്ന മനസ്സുകളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.
यहाँ से हृदयों को हालेलुया तृप्त करने वाला परमेश्वर हमारा बीच में विराजमान है। ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞിട്ട് കർത്താവേ അവിടുന്ന് എന്നിൽ നിറയണമേ. ആമീൻ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത രീതിയിൽ ആമീൻ ആ ആത്മാവിന്റെ ശക്തി കർത്താവേ ഞങ്ങളുടെ മേൽ ഒന്ന് വ്യാപരിക്കണമേ. हालेलुया. आप मिलके कहे, घुटनों तक नहीं, कमर तक नहीं, हालेलुया, ओ तेरे बिना पार नहीं कर सकता, उतना आत्मा का उस प्रवाह से, हालेलुया, उस लहर से, हालेलुया, ओ हालेलुया बारी हमें दे परमेश्वर. ആമീൻ. ചേർന്ന് പാടാം. आइए मिलके അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. സ്നേഹത്തിന്റെ വീര്യം നിത്യവും ആഴങ്ങളും ഉയരവും മാറായുവാൻ കൊതിയായിടുന്നേ. സ്നേഹത്തിന്റെ വീര്യം നീളവും ആഴങ്ങളും ഉയരവും മാറായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നമ്മെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുദാതാ मेरे खुदा करता हूँ स्तुति आराधना. हे यीशुदाता मेरे खुदा करता हूँ स्तुति आराधना. घुटनों
ख्वाहिश मेरी अपनी आग से भर मुझे, अपनी शक्ति से भर मुझे, अपनी जीवन से भर मुझे तेरे काम के लिए। अपनी आग से भर मुझे, अपनी शक्ति से भर मुझे, अपने जीवन से भर मुझे तेरे काम के लिए। घुटनों से ऊंचा, कमर से भी ज्यादा तुझ में डूबूं यही ख्वाहिश मेरी। घुटनों से ऊंचा, कमर से भी ज्यादा तुझ में डूबूं यही ख्वाहिश मेरी। प्रभु तेरा प्रेम तेरे समान रहता सदा एक समान, हर हाल में वो कभी बदलता नहीं। प्रभु तेरा प्रेम तेरे समान रहता सदा एक समान, हर हाल में वो कभी बदलता नहीं। घुटनों से ऊंचा, कमर से भी ज्यादा तुझ में डूबूं यही ख्वाहिश मेरी। घुटनों से ऊंचा, कमर से भी ज्यादा तुझ में डूबूं यही ख्वाहिश मेरी। घुटनों से ऊंचा, कमर से भी ज्यादा तुझ में डूबूं यही ख्वाहिश मेरी। घुटनों से ऊंचा, कमर से भी ज्यादा तुझ में डूबूं यही ख्वाहिश मेरी। Hallelujah. 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 Praise the Lord. Hallelujah. സ്തോത്രം. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. हम परमेश्वर की आराधना करें। ഇത്രത്തോളം നമ്മെ നടത്തിയ ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദ ലോർഡ്. अभी तक चलाया वो परमेश्वर के वसले में हम बैठे प्रियो। ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തുന്നു. പ്രൈസ് ദ ലോർഡ്. परमेश्वर कितने आश्चर्य के साथ അതിശയ के साथ हमें चलाता है। ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായുള്ള സാഹചര്യത്തിൽ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവമാണല്ലോ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ആ കർത്താവ് हालेलुया। परमेश्वर हमें अपने हाथों पे लेके चलाने वाला परमेश्वर है। हालेलुया। ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്. उस परमेश्वर को हम आराधना करें। ആമേൻ. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ओ हालेलुया। उनका आशीषों को लेके परमेश्वर का स्तुति करें। ഹല്ലേലൂയ. 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 കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്നതായ നല്ല കർത്താവ്. പ്രൈസ് ദ ലോർഡ്. आंख के पुतली के से जैसे चलाने वाला अच्छा परमेश्वर। ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും ഹല്ലേലൂയ ശബ്ദമുയർത്തി ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവമേ, അവിടുത്തെ നന്മകളെ ഞാൻ ആ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടെ ഓർക്കുന്നു. പ്രൈസ് ദ ലോർഡ്. हे परमेश्वर हालेलुया, आपके भलाइयों को हालेलुया धन्यवाद के साथ हम याद करते हैं। ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിന് പോരാ, നാളിന് പോരാ, ആയുസ്സിന് പോരാ. നാളിന് പോരാ, നാളിന് പോരാ, ആയുസ്സിന് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിന് പോരാ, നാളിന് പോരാ, ആയുസ്സിന് പോരാ. നാളിന് പോരാ, നാളിന് പോരാ,
ആയുസ്സും ഇതുപോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. കാവ്യമെന്നെ നേടുവനേശു കാൽവരിയിൽ തന്നെ, കാവ്യമെന്നെ നേടുവനേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. കാലിരുപാണികൾ തറയപ്പെട്ടത് എന്തൊക്കെയാണല്ലോ, കാലിരുപാണികൾ തറയപ്പെട്ടത് എന്തൊക്കെയാണല്ലോ. ക്രൂശിലെ സ്നേഹം നോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ക്രൂശിലെ സ്നേഹം നോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാവിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. കുളിമുടി ചൂടി തൂങ്ങപ്പെട്ടത് എന്തൊക്കെയാണല്ലോ, കുളിമുടി ചൂടി തൂങ്ങപ്പെട്ടത് എന്തൊക്കെയാണല്ലോ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. प्यार करूंगा मैं और ज्यादा तुझसे, आराधना और गहराई से। प्यार करूंगा मैं और ज्यादा तुझसे, आराधना और गहराई से। पूरे मन से आराधना, पूरे बोल से प्रेम की करूं। आराधना, आराधना, ആരാധന, आराधना, आराधना, ആരാധന. आराधना, सब मिलकर आमीन. आराधना, 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 आराधना. आराधना, आराधना, आराधना,
आराधना यबनेसर हो अभी तक तू सहारा मेरा पूरे मन से आराधना पूरे बल से मैं भी करूं आराधना 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 धन्यवाद प्रभु पूरे मन से आराधना पूरे बल से मैं भी करूं आराधना 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 पूरे मन से आराधना पूरे बल से मैं भी करूं आराधना 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 आइए मिलके परमेश्वर की महिमा करते रहे। യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു ജേക്കബ് സാറെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ കുടുംബമായി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രി കർത്താവിനെ ആരാധിപ്പാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരു അവസരം നൽകിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. सभी लोग परमेश्वर को धन्यवाद करेंगे। बहुमूल्य समय के लिए हम स्तुति करें। प्रभु का दास के लिए भी, पूरा परिवार के लिए भी हम प्रभु को धन्यवाद करते। प्रभु जी, आपने उनको परिवार के साथ हमारे बीच में परमेश्वर को गाना गा के आराधना करने के लिए कृपा किया है। हम सब लोग मिलकर आपके दास, उनका परिवार यीशु के नाम से और बहुदाय से आशीष होने के लिए हम प्रार्थना करते। യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ. ഞങ്ങൾ ഒന്നിച്ച് ബ്ലസ് ചെയ്ത് എല്ലാ മേഖലകളിലും ശാരീരികമായി, ആത്മീകമായി, ഭൗതികമായി വീണ്ടും ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. വീണ്ടും വിശാലത തന്നെ വരട്ടെ. കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ ജ്വലിച്ച് പ്രകാശിക്കപ്പെടുവാൻ ഞങ്ങൾ ഒന്നിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ തട്ടി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭീ ലോഗ് പരമേശ്വർ കു ധന്യവാദ് കരെങ്കെ. ഹല്ലേലൂയ. യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥനയോടെ കടന്നു വരാം. ഇന്ന് രാത്രി ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ നാം അനുഭവിക്കുന്നുണ്ട്. എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്.
യേശുവിന് ആരാധന കൊടുത്താട്ടെ. ആരും മൗനമായിരിക്കാതെ, കാഴ്ചക്കാരായിരിക്കാതെ കരമടിച്ചോ വായ തുറന്നോ യേശുവിന് സ്തോത്രം കൊടുക്കാൻ തുടങ്ങിയാട്ടെ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ പ്രസാദിക്കുകയും ദൈവത്തിന്റെ കരം നമ്മെ തൊടുകയും ചെയ്യും. हम जब परमेश्वर को स्तुति करते, धन्यवाद करते, पूर्ण हृदय से, पूर्ण मन से आराधना करते, तब परमेश्वर हमारे जीवन पर दया करेगा. उसका प्रसन्नता हमारे ऊपर प्रकट हो जाएंगे. हालेलुया, हालेलुया, हालेलुया. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ശബറബലബ ഓരിഖലബ ശന്ദരബ. ഇന്ന് രാത്രി വലിയ ദൈവ പ്രവൃത്തിയുടെ രാത്രിയാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദാസനെ ദൈവം രാത്രി ശക്തിയോടെ ഉപയോഗിക്കട്ടെ. परमेश्वर की आत्मा हमारे मध्य में प्रिय दास को इस्तेमाल करने के लिए हम प्रार्थना करेंगे. हालेलुया, हालेलुया. ट्रांसलेशन आशीष होने के लिए प्रे करें. आरंभ से आखिरी समय तक पवित्र आत्मा हमको चलाने के लिए നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. सब लोग मिलकर प्रार्थना करें. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും രോഗികളാണോ, ശാരീരികമായ ക്ഷീണത്തിലാണോ, വേദനയിലാണോ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. अगर आप तकलीफ में है, कुछ भी प्रॉब्लम में है, समस्या में है, यीशु के नाम से प्रार्थना कीजिए. परमेश्वर आज मेरा जिंदगी से बात कीजिए, मेरा जिंदगी को आशीष कीजिए. सभी जन प्रार्थना करें. लाइव में हमको वॉच करने लोग भी हमारे साथ प्रार्थना कीजिए. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹത്തായ പ്രവൃത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ. പ്രിയ രാജൻ ശമുവലങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. सब लोग मिलकर प्रे करेंगे और हमारे देश के लिए प्रार्थना करें. सारे बीमारी से, सारे आने वाला सारे विपत्तियों से भी परमेश्वर हम सबको बचाने के लिए प्रार्थना करें. हर एक परिवार को, हर एक व्यक्ति को समर्पण करें. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് രാത്രി ധാരാളമായി പകർച്ച ഉണ്ടാകുവാൻ, ആത്മപകർച്ച ഉണ്ടാകുവാൻ, അഭിഷേകം ശക്തിയോടെ വ്യാപരിപ്പാൻ, വചനം വെളിപ്പെടുവാൻ, ഓരോരുത്തരോട് ദൈവം സംസാരിക്കുവാൻ, പ്രിയദാസന്റെ നാവോടുകൂടെ ഇരുന്ന് ദൈവം ഇടപെടുവാൻ, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയമകനെ ദൈവം ബലപ്പെടുത്തുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. Praise God. Hallelujah. Hallelujah. सब मिलके प्रार्थना करते हैं. Praise God. Hallelujah. अपने हृदयों को परमेश्वर के हाथों में सौंपते हुए समर्पण के साथ, Hallelujah, ओ परमेश्वर के चरणों पर आए. Praise God. इवा बला शरबर रमफला रबरबल विरूबरबा हशर शरबर रमफल राफा वरबला रबा 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 उवरबीरी रिफा बाबा बाबा. Loving Father God, we come into your presence this evening, Lord Father. We thank you for this wonderful time that you have given us, Lord Father, to praise your holy name, Lord, to worship you, Lord, to give you glory, Lord, because you're worthy of all the praises, Lord. Oh, you are the creator of the whole universe, Lord, and God, you are our Father, Lord, and our creator, Lord. We thank you for your goodness, Lord. We surrender ourselves totally into your hands today, Lord Father. We specifically give, Lord Father, the entire people, Lord Father, who have joined this meeting, Lord, oh, who are watching us through Zoom, Lord, who are live seeing us, Lord Father. We give everyone into your hands, Lord. Lord, I give the servants of God who have joined us, Lord Father. God, I give everyone, Lord, into your hands, Lord. I pray, Lord, your presence will fill every home, Lord Father. Even as everyone is watching, Lord, their homes will be filled with your presence today, Lord. We will experience breakthroughs as never seen before, Lord. Let there be healings in the name of Jesus, Lord. Let your protection be upon your people, Lord. Hallelujah. Let doors open today, Lord. Oh, let us be before open heavens today, Lord Father. Oh, let nothing be impossible for your children today, Lord Father. We surrender ourselves into your holy hands, Lord. We thank you for the leadership that you have given us, Lord. I pray for Shibu Pastor, Lord Father. I pray for Sanal Pastor, Lord. Ashish Pastor, Lord. Oh, Lord Father, PC John Pastor, Lord Father. God, Sadhu Paul Pastor, Lord. Lord, all the servants of God who are with us, Lord Father. I pray for Monsi brother, Lord Father. God, each person, Lord, oh, bless their ministries, Lord. Cover them under your blood, Lord. Use them mightily for your kingdom in the coming days, Lord. I specifically pray for the servant of God who is bringing the word among us, Lord Father. God, you have deposited the treasure, Father. You have already deposited, Lord, the treasure of your word in his heart, Lord Father. God, even as he speaks, Lord Father, God, I pray, Lord, may the power of the Holy Spirit, Lord, move mightily, Lord Father. Oh, let your people be touched, Lord Father.
Father. Oh Lord, let the impossible be done in the lives of your people, Lord. Lead us into the deeper revelations of your word, Lord. Change us and transform us, Lord. Prepare us, Lord Father, for the things that you are doing in your kingdom in these days, Lord Father. God, Lord Father, open our hearts today, Lord. Prepare us, Lord. Lead us, Lord Father. God, we thank you, Lord Father, for your mighty presence among us, Lord. We thank you for your goodness in our lives, Lord Father. God, we give you all the glory today, Lord Father. Thank you for hearing our prayer. In Jesus' name I pray. Amen and amen. Praise God. Amen, amen, amen. Thank you. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വിശേഷാൽ നാഷൻ ചേഞ്ചേഴ്സ് 2021 അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. പ്രത്യേകാൽ എല്ലാ അഭിഷിക്തന്മാർ, പാസ്റ്റർ ഷിബു പിന്മഴ, പാസ്റ്റർ ആശിഷ് മറുവേ, പാസ്റ്റർ PC ജോൺ, അതുപോലെ മറ്റ് അഭിഷിക്തന്മാരായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയ മോൻസി സാർ, അതുപോലെ രാജൻ ഷമൽ സാർ, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ലൈവായി നമ്മെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അഭിഷിക്തന്മാരായി കുടുംബങ്ങളായി ഇന്ന് പുതുതായി ജോയിൻ ചെയ്തിരിക്കുന്നവർ, विशेष आप सभी को प्रभु यीशु मसीह के पवित्र नाम में हमारा प्रेमी सलाम देता हूं. परमेश्वर हम सबको आप सभी को भी परमेश्वर आशीष करने के लिए मैं प्रार्थना करता हूं. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നാം സമയങ്ങൾ വ്യർത്ഥമായി കളയാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. തീർച്ചയായിട്ടും ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കും. ഓരോ കുടുംബങ്ങളോട് ദൈവം ഇടപെടും. വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. തുടർന്ന് കർത്താവിന്റെ വചനം നാം ശുശ്രൂഷ കേൾക്കാനായി പോവുകയാണ്. സമയം അധികം ദീർഘിപ്പിക്കാതെ കർത്താവിന്റെ ദാസന് ഞാൻ സമയം കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രത്യേക ഒന്ന് രണ്ട് അറിയിപ്പുകൾ അറിയിക്കുന്നു. सभी लोगों को प्रत्येक मैं स्वागत करता हूँ. उसके साथ साथ हमें हर सोमवार और हर गुरुवार ये 2 दिन हमारा मीटिंग इस लिंक में आपको मिल जाएगा. तो सेम टाइम में आप सभी लोग ज्वाइन कीजिए और दूसरे लोगों को भी इस मीटिंग के बारे में थोड़ा याद दिलाइए. और विशेष अगर आप अभी तक हमारा इस मीटिंग के बारे में और किसी को शेयर है तो आप शेयर कीजिए. लाइव में हमको वॉच करने लोग भी आप दूसरों को शेयर कर सकता है ताकि और कई लोग ये वचन सुनकर आशीष पा सकता है. और മറ്റുള്ളവർക്ക് ഈ മീറ്റിംഗ് അയച്ചു കൊടുത്താട്ടെ, ലിങ്ക് അയച്ചു കൊടുത്താട്ടെ. അത് അവർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയുമാണ് നമ്മുടെ ഈ മീറ്റിംഗ് നടന്നു വരുന്നത്. വീണ്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക, മറക്കാതെ അത് കാണുക. തീർച്ചയായിട്ടും ദൈവം അത് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്ന് ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ബൈജു ജോസഫ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലോകരാജ്യങ്ങളിൽ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തനാണ്. കർത്താവ് തന്നെ ധാരാളമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൊഫറ്റിക്കിൽ ദൈവം ശക്തമായിട്ട് കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമായി ഞാൻ കണക്കാക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോണി ഫ്രാൻസിസ് ആണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള നിമിഷം കർത്താവിന്റെ ദാസനെ നമുക്ക് കരങ്ങൾ തട്ടി സ്വാഗതം ചെയ്യാം. आइए हम ताली बजाकर परमेश्वर का दास पास्टर बैजू जोसेफ को हम स्वागत करेंगे ट्रांसलेशन के लिए. और मोंसी साहब. Thank you, Sul Pastor. The voice clear ആണോ? Yes. Thank you. Okay. Pastor, എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. Okay. Thank you. കർത്താവിന്റെ വിലപ്പേറിയ ദാസൻ സനിൽദാസ തന്റെ കുടുംബം എന്നെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോണി പാസ്റ്റർ തന്റെ കുടുംബം, നമ്മുടെ കൂടെയായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാര്, ശിവ പിന്മഴ പാസ്റ്റർ, ഒത്തിരി പേര് ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. സകലർക്കും, എല്ലാ ദൈവമക്കൾക്കും, എല്ലാ അഭിഷിക്തന്മാർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മളെല്ലാവരും ചെയ്യും. അത് ഞാൻ വന്നതുകൊണ്ടല്ല, കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് കർത്താവ് ഇത് നിങ്ങളെ തൊടാതെ പോകത്തില്ല. എനിക്ക് 100% ഉറപ്പാ. നമ്മുടെ വലിപ്പമോ നമ്മുടെ പഠിപ്പോ നമ്മൾ പഠിച്ചത് വെച്ച് ഒന്നുമല്ല, പരിശുദ്ധാത്മാവിന് ഈ കൂട്ടത്തിനകത്ത് ചിലത് ചെയ്യുവാനുണ്ട്. എന്നിട്ട് നമുക്ക് സമയം പ്രാർത്ഥിക്കാം.
ഓ ഠിയാല ബറക ഠിയാല പവന ശബ്ദലാദ. ഒത്തിരി നമുക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടല്ലേ പാസ്റ്റേ? ഉണ്ട്. മോൻസി സാർ ട്രാൻസ്ലേഷൻ. സാറേ സോറി, ഞാൻ ഓക്കെ ഓക്കെ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സുനിദാസ തന്റെ കുടുംബം. ओके, इस मीटिंग में मुझे अगुवाई करता हुआ सलदास पास्टर, उनके परिवार, और विशेष करके इस मीटिंग में मुझे आमंत्रित किया हुआ, इंट्रोड्यूस किया हुआ टोनी पास्टर और बाकी पासवान और अभिषिक्त गण भाई बहन सभी के लिए विशेष करके मैं परमेश्वर का तारीफ करता हूँ। हालेलुया, आपका बीच में परमेश्वर आने के लिए मौका दिया, से धन्यवाद करता हूँ। നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. आइए अपने आंखों को बंद करें, थोड़ी देर हम दुआ करेंगे. ഇതിൽ അന്യഭാഷ അല്പസമയം 2-3 സെക്കൻഡ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. जो लोग अन्य भाषा में प्रार्थना कर सकते हैं, 1-2 मिनट आप लोग मिलकर अन्य भाषा में प्रार्थना करते रहे. നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നു വിഷയമല്ല, നിങ്ങളുടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. आप कहाँ बैठे हो ये बड़ी बात नहीं है, आप किसके सामने बैठे हो, परमेश्वर के उपस्थित में बैठे हो, ये मुख्य बात है. നിങ്ങൾ ആരുടെ കൂടെ ഇരിക്കുന്നു അതാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. आप किनके साथ बैठे हुए हो वही पहचानना जरूरी है. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ജയിച്ചവന്റെ കൂടെയാ ഇരിക്കുന്നത്. मैं हमेशा कहने वाला एक शब्द ऐसा है, आप जयवंत लोगों के संगति में बैठे हो. ആ ജയിച്ചവന്റെ കൂടെ ഇരുന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അല്ല ഇരിക്കുന്ന ഹാളിന്റെ ഇരിക്കുന്ന ടെറിട്ടറിയുടെ അന്തരീക്ഷം ഒന്ന് ചേഞ്ച് ആകട്ടെ. आप जयवंत मसीह यीशु के उपस्थिति में बैठे हुए हो. हालेलुया, आपके कमरे के, हालेलुया, आपके घर का जो वातावरण है, हालेलुया, अन्य भाषा में जब प्रार्थना करते हैं आपके सामने वो बदलता हुआ आप देखोगे. हालेलुया. ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. हालेलुया, आज जब मैं प्रार्थना कर रहा था तो पवित्र आत्मा ने हालेलुया आपको बताने के लिए एक वचन मेरे अंदर में डाला था. एक बात क्या था? തൊക്കുമായി അതായത് സോറിയാസിസ് പോലെ നിൽക്കുന്ന തൊക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുമെന്നോട് പറഞ്ഞു. हालेलुया, उन्होंने ऐसा कहा कि आप जो चमड़े के बीमारी से संबंधित, हालेलुया, वो हालेलुया जो व्यक्ति आज इस मीटिंग में हैं, जो आवाज मेरे सुन रहे हैं, हालेलुया, उनको परमेश्वर हालेलुया चंगाई देने वाले हैं. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് യേശു കർത്താവ് അതിന്റെ അടയാളമായിട്ട് നിന്റെ കയ്യിൽ ഇറങ്ങിയിരിക്കും. कोई भाई बहन ऐसा भी करे, इस मीटिंग का शुरुआत से ही परमेश्वर एक चंगाई आपके ऊपर डालना चाहता है. ഇന്നലെ വൈകിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ कल शाम के समय जब मैं आप लोग के लिए दुआ कर रहे थे, ഇതിന്റെ മുകളിൽ ഞാൻ ഒരു പേര് എഴുതിയിട്ടുണ്ട്, മോഹൻദാസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. ഇന്നലെ 12:30 ആയപ്പോ എനിക്ക് കർത്താവ് മോഹൻദാസിന്റെ കുടുംബത്തെ കർത്താവ് തൊടുവെന്ന് പറയാൻ പറയുന്നു. हालेलुया, जो मेरे कागज में लिखा हुआ है मोहनदास जी जिनका परिवार है. हालेलुया, कि कल जब मैं प्रार्थना कर रहा था वो नाम परमेश्वर ने मुझे दिखाए, उनका परिवार को परमेश्वर आशीषित करने वाले हैं. हालेलुया, ഞാൻ ഈ കൂട്ടത്തിൽ കയറിയപ്പോ ആദ്യം നോക്കി അങ്ങനെ പേരുള്ള ആളുണ്ടോന്നാ നോക്കിയത്. मैं इस मीटिंग से जब कनेक्ट हुआ था तो मैंने यही खोजने का कोशिश किया कि ऐसा मोहनदास नाम तो कोई व्यक्ति हाल इस मीटिंग में है कि नहीं. ഞാൻ പറഞ്ഞു എന്റെ വലിപ്പം പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനകത്ത് ഉണ്ടെന്നുള്ള അടയാളം പറഞ്ഞതാ. हालेलुया, मैं मेरा बड़ाई नहीं कर रहा हूँ. हालेलुया, पवित्र आत्मा इस मीटिंग के अंदर आपके कमरे में वो विराजमान है. हालेलुया, ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വേടുണ്ട്, വീണ്ടും ഒരു ഉണർവിനെ കയ്യിൽ തരുമെന്ന് എന്നോട് പറഞ്ഞതാ. इस मीटिंग के लिए जब मैं दुआ कर रहा था तो परमेश्वर ने मुझे ये बात कहा कि दोबारा एक बेदारी आपके हाथों में डाला जाएगा.
മേജർ സൗഖ്യത്തിന്റെ ഒരു സീസൺ, ഒരു ഉണർവ്. हालेलुया, एक बहुत बड़ा चंगाई का बिलारी, हालेलुया, വീര്യപ്രവൃത്തി കൊണ്ടുള്ള ഒരു ഉണർവ്. हालेलुया, बड़े काम आश्चर्य कामों का एक बिदारी, हालेलुया, ഹല്ലേലൂയ, हालेलुया. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? कितने लोग ये विश्वास करते हैं? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അവസാനം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. आप लोग सभी दुआ में साथ रहे और आखिर में सबके लिए मैं प्रार्थना करूंगा. നിങ്ങൾ തുടർമാനമായിട്ട് മെസ്സേജുകൾ കേട്ടുകൊണ്ടിരിക്കുക. आप लगातार इन दिनों हालेलुया अलग अलग प्रचार हालेलुया सुनते आ रहे हो. ദൈവത്തിന്റെ വചനം കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുക. परमेश्वर का जीवित वचन लगातार आप सुनते आ रहे हो. നിങ്ങൾക്കറിയാം ഈ വചനത്തിന് സൗഖ്യമാക്കാനുള്ള കഴിവുണ്ടെന്ന്. आप जानते हैं हालेलुया इस पवित्र वचन हालेलुया उनमें उस चंगाई देने का सामर्थ्य है. हालेलुया. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം നിങ്ങളെ തൊടാതെ മടങ്ങി വരത്തില്ല. आज हम जो वचन सुन रहे हैं वो आपको छुए बिना वो वापस आएगा नहीं. हालेलुया. അയ്യോ, മോഹൻദാസ് എന്ന പേര് പറഞ്ഞപ്പോൾ ആ കുടുംബത്തെ മാത്രമല്ല കർത്താവ് ഇഷ്ടം. हालेलुया. मोहनदास जी का परिवार को बोला तो सिर्फ केवल उस परिवार को नहीं, ഈ ഡിവൈസ് ഇരിക്കുന്ന സകല പേരെയും കർത്താവ് ഇറങ്ങി തൊടും. आज इस डिवाइस में हमने जो लोग बैठे हुए इस मीटिंग में बैठा हुआ हर एक व्यक्ति को परमेश्वर उतर कर हालेलुया छूने वाले हैं. ആരൊക്കെ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ സകലയും കർത്താവ് തൊട്ടിട്ടേ മടങ്ങത്തുള്ളൂ. जो लोग परमेश्वर को वस्तु का कामना करते हैं सभी को परमेश्वर स्पर्श करेगा. മോഹൻദാസ് കുടുംബം എന്നെ കേൾക്കുന്നുണ്ടോ? मोहनदास जी उनके परिवार मेरा आवाज को सुन रहे हैं क्या? അങ്കിളെ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു പറയാൻ പറയുന്നു. परमेश्वर कह रहा है आपको परिवार को हालेलुया परमेश्वर खड़ा करने वाले हैं. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എടുത്തോണ്ട് പോകുന്ന ഒരു സാധനം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിനോട് പറയാൻ പറയുന്നു. हालेलुया. पवित्र आत्मा हालेलुया ऐसा गवाही दे रहे हैं हालेलुया आपके आयु के बीच को काट कर हालेलुया अलग करने वाला वो आत्मा हालेलुया उसको परमेश्वर हटा रहा है आपके घर से. हालेलुया. ഈ കുടുംബത്തെ കർത്താവ് സെറ്റിൽ ചെയ്യാൻ പോകുന്നതിനോട് പറയാൻ പറയുന്നു. आपके परिवार को परमेश्वर स्थिर करना चाहता है. ഈ കുടുംബ മുഖാന്തരം അനേകർ യേശുവിലേക്ക് അടുക്കുമെന്ന് പറയാൻ പറയുന്നു. ഒരു കീയായി ഈ കുടുംബത്തെ ഉപയോഗിക്കുമെന്ന് പറയാൻ പറയുന്നു. इस परिवार के द्वारा अनेक लोग परमेश्वर का मुंह को ताकेंगे, परमेश्वर में शरण लेंगे. हालेलुया. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാ. परमेश्वर का चुनाव ऐसा ही है. ആർക്കും വേണ്ടാത്തതിനെ കർത്താവിന് ആവശ്യം. हालेलुया. जिनको कोई नहीं चाहिए वो परमेश्वर उनको गले से लगाता. ഒറ്റപ്പെട്ടതിനെ കർത്താവിന് ആവശ്യം. हालेलुया. जो लोग अलग हालेलुया अकेले घूम रहे हो उन्हीं का परमेश्वर भटके हुए लोगों को चाहता है. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ എന്നെ വ്യത്യസ്തനാക്കണേ. मैं हमेशा दुआ करता हूँ. एक बात ऐसा मैं बार बार परमेश्वर से बोलता है, परमेश्वर मुझे एक हालेलुया दूसरों से मुझे एक अलग व्यक्ति बना. हालेलुया. ആമേൻ. आमीन. വായിക്കാം കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. കൊലോസി की पत्री हाँ दूसरा उसका 9. യെസ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഹിന്ദിലു വായിച്ചോ. क्योंकि उसमें ईश्वर की सारी परिपूर्णता सदैव वास करती है. ഹല്ലേലൂയ. हालेलुया.
ഈ ലേഖനം എഴുതുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ഈ ലേഖനം എഴുതുന്നത് ये जो पत्री है प्रेरित पौल ने लिखा है. പൗലോസിനെ പറ്റി ഒരു 2 വാക്ക് പറയാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. पौलुस के बारे में 1-2 बात कहे बिना मैं प्रचार नहीं कर पाऊंगा. ശക്തനായ അപ്പോസ്തലനായിരുന്നു പൗലോസ്. काफी सामर्थी एक प्रेरित था. हालेलुया. प्रेरित पौल താൻ യഹൂദനായിരുന്നു. वो एक यहूदी व्यक्ति था. ആദ്യത്തെ 12 ശിഷ്യന്മാരിൽ താൻ ഇല്ലായിരുന്നു. और शुरुआत के उन 12 चेलों में से वो नहीं थे. യേശുവിനെ അവൻ കണ്ടിട്ട് പോലുമില്ലെന്നാ വേദപണ്ഡിതർ പറയുന്നത്. हालेलुया. जो वचन की जो ज्ञानी कहते हैं, प्रेरित पौल ने कभी भी हालेलुया मसीह यीशु को देखा नहीं है. പക്ഷെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ യേശു മുഖാമുഖം നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. हालेलुया. मगर जब हम उनके पत्री को पढ़ते हैं तो मसीह के द्वारा अगुवाई मिला हुआ बातों को हम इस बातों में देखते हैं. യേശു കർത്താവ് വന്നു നിന്ന് പറഞ്ഞ് എഴുതിക്കുന്ന പോലെ ഓരോ ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. हर एक पत्री में हालेलुया उनका जो विवरण है, ऐसा लगेगा कि मसीह यीशु आकर उनसे एक-एक बात को कहा होगा और एक-एक बात को उन्होंने वचन में लिखा है. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം प्रेरितों के काम 9वें अध्याय जब पढ़ते हैं तो उसमें हम समझते हैं വായിക്കേണ്ട ശൗലായിരുന്ന പൗലോസിനെ और जो शाऊल जो पौलुस बना, ദൈവത്തിന്റെ അറ്റംപ്റ്റ്, ദൈവത്തിന്റെ എൻകൗണ്ടറിനകത്ത് ഒരു നിമിഷം കൊണ്ട് അവൻ ആള് മാറുക ചെയ്തത്. और जब परमेश्वर से उनका भेंट हुआ, हालेलुया, एक पल में हालेलुया वो उनका व्यक्तिगत जीवन बदल गया. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പദമുണ്ട്, ക്രിസ്തുവിന്റെ മാർഗക്കാരെ നശിപ്പിക്കുവാൻ അധികാരപത്രവും മേടിച്ചോണ്ട് വന്ന ശൗല്. वहां पर एक वचन ऐसा लिखा है, मसीह यीशु के राह में चलने वाला लोगों को मारने का हालेलुया आधिकारिक हालेलुया जो पत्र लेके चलने वाला प्रेरित पौल. ആ പദം എനിക്ക് വലിയ ഇഷ്ടം, ക്രിസ്തുവിന്റെ മാർഗക്കാർ. जो बात है मुझे काफी पसंद है, मसीह यीशु का रास्ते में चलने वाले व्यक्ति. സകല പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് സമർത്ഥിക്കാനുള്ള വ്യഗ്രത അതിൽ ഞാൻ കാണുന്നു. हालेलुया. और प्रेरित पौल का हर एक पत्री को हम जब पढ़ते हैं वहां पर मसीह यीशु हालेलुया उस मसीह यीशु ही जिंदा खुदा है हालेलुया ये साबित करने का हालेलुया तरीका हम देख सकते हैं. സകലതിനും ആധാരം യേശു ക്രിസ്തു എന്ന് സമർത്ഥിക്കുന്നത് പോലെ എനിക്ക് തോന്നുക. ऐसा लगता है कि हर एक चीज का शुरुआत, हर एक चीज का जो हालेलुया जो प्रेरणा स्रोत वो मसीह यीशु है. ये प्रेरित पौल का पत्रियों से हम समझ सकते हैं. അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. उनके बिना कुछ भी हालेलुया हुआ नहीं. അവനാ സകലത്തിനും തലയായി നിൽക്കുന്നത്. वही सबका सिर बना है. हालेलुया. ഹല്ലേലൂയ. എനിക്ക് പൗലോസിന്റെ ലേഖനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. मुझे प्रेरित पौल का हर एक पत्री काफी पसंद है. അത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ ഓർഡിനറി പവർ ലഭിക്കുന്നത് പോലെ. जब मैं उसका प्रचार करता हूँ ऐसा लगता है कि एक अलग सामर्थ्य में खड़ा हूँ. Thank you, Jesus. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ എനിക്കൊരു 1/4 മണിക്കൂർ നിങ്ങൾ എന്നെ ഒന്ന് ഒരു 20-25-30 മിനിറ്റ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. अब कुछ पल थोड़ा परमेश्वर में हालेलुया मगन हो जाए. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. आप सभी के लिए मैं प्रार्थना करूंगा. ഞാൻ ആ നിയോഗത്തിലാണ് ഇരിക്കുന്നത്. एक मिनट മോൻസി സാറേ, ആക്ച്വലി സൗണ്ട് ക്ലിയർ ആയിരുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നു. അവിടെ നെറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്. അതാ കുറെ നേരമായിട്ട് ഹിന്ദിയില് ക്ലിയർ ആയിട്ട് ശബ്ദം വരുന്നില്ല. അപ്പൊ അതുവരെ രാജൻ ഷമോൽ അങ്കിൾ
അങ്ങളെ പ്രൈസ് ലോർഡ്. Praise the Lord, Pastor. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. कुछ क्षण के लिए हम प्रार्थना करते हैं. Praise God. ഞാൻ പറഞ്ഞത് പൗലോസിന്റെ ലേഖനമാണ്. കൊലോസ്യരുടെ ലേഖനം. हम लोग पढ़ रहे थे कि कोलोसियों की पत्री पौलुस के द्वारा लिखा हुआ पत्री है. രണ്ടാമത്തെ 9ാം വാക്യം നമ്മൾ വായിച്ചു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണയും ദേഹരൂപമായി വസിക്കുന്നത്. അതാണ് നമ്മൾ വായിച്ച വാക്യം. दूसरी अध्याय का 9वां पद ऐसा पढ़ रहे थे कि उसी के अंदर में परमेश्वर का सारा धन छिपा हुआ है. നമ്മൾ ആ വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. उसी वाक्य में हम फिर से आ रहे हैं. എന്താണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത? परमेश्वर की परिपूर्णता क्या है? ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത ആരെങ്കിലും ഉണ്ടോ? परमेश्वर की पूर्णता के द्वारा जैसा कोई है क्या? ഹല്ലേലൂയ हालेलुया. എന്താണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത? എന്താണ് परमेश्वर की परिपूर्णता क्या है? ഒന്ന് സ്നേഹം, पहला प्रेम, വെളിച്ചം, दूसरा ज्योति, സത്യം, तीसरा सत्य, ശക്തി, और उसके बाद सामर्थ्य, ജ്ഞാനം, उसके बाद ज्ञान, വിശുദ്ധി. और उसके बाद पवित्रता. ഇതെല്ലാം ഒന്നിച്ചു വരുന്നതാണ്. ये सब एक साथ इकट्ठा आता है. ഇതെല്ലാം ഒന്നിച്ചു കൂടി ഒരാളെ യേശു കർത്താവ് പിതാവാം ദൈവത്തിന് കണ്ടെത്താനൊത്തില്ല. और ये सब जो है इकट्ठा एक ही जगह पे वो देख नहीं पाए. കാരണം ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ച സ്വർഗത്തിന്റെ പ്ലാനില്ല. और परमेश्वर ने हमें इस संसार में परमेश्वर की योजना के अनुसार रखा हुआ है. പിതാവിന്റെ പ്ലാനിൽ നിന്ന് പുറത്തുപോയ മനുഷ്യനെ തിരിച്ചു പിടിക്കുവാൻ, पिता की योजना से जो लोग बाहर निकल के गए थे उस मनुष्य को वापस लाने के लिए ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു യേശു കർത്താവ്. और परमेश्वर की जो महायोजना यीशु मसीह खुद था. ഇതെല്ലാം ഒത്തു അടങ്ങിയ ഒരാളെ യേശു പിതാവാം ദൈവം തന്റെ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യുക ചെയ്തത്. और ये सब कुछ मिला हुआ इकट्ठे एक व्यक्ति के अंदर में जो पाया गया था उसको परमेश्वर ने यीशु मसीह के रूप में इस संसार में भेज दिया था. നമ്മൾ പറയാം പിതാവിന്റെ പുത്രൻ യേശു കർത്താവ്, യേശു. और हम बोलते हैं कि पिता का पुत्र जो है यीशु मसीह है. അവന്റെ ജനനം തന്നെ പ്രത്യേകതയായിരുന്നു. और उसका जन्म खुद विशेषता था. അവന്റെ മരണം പ്രത്യേകതയായിരുന്നു. उसकी मृत्यु विशेष था. അവന്റെ പുനരുത്ഥാനം പ്രത്യേകതയായിരുന്നു. और उसका जी उठना भी विशेष हो गया था. കന്യകയിൽ ജനിച്ചു. वो एक कन्या में जन्मित था. അത് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. पवित्र आत्मा के द्वारा जन्मित हुआ. അവന്റെ ജനനത്തിൽ നിന്ന് ചരിത്രം രണ്ടായി മാറി, AD എന്നും BC എന്നും. और उसका जन्म होने से सारा इतिहास दो भाग में बट गया, AD और BC बन गया. ഹല്ലേലൂയ. हालेलुया. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾ ഒരുവന്റെ കൂടെയാ ഇരിക്കുന്നത്. आज पहले से ही मैंने बोला कि आप एक परमेश्वर के सामने बैठे हुए हो. നിങ്ങൾ എന്റെ കൂടെ വരണേ. आप मेरे साथ आइएगा. प्रेज गॉड. നിങ്ങൾ ഇരിക്കുന്നവൻ ചരിത്രത്തെ തിരിച്ചവന്റെ കൂടെയാണ് ഇരിക്കുന്നത്. आप आज जिसके साथ बैठे हो वह इतिहास को बदलने वाला व्यक्ति के साथ आप बैठे हुए हो. അവന്റെ ജനനത്തിൽ ചരിത്രം തിരിഞ്ഞതാ. उसके जन्म के द्वारा इतिहास दो भाग हो गया था. കാരണമുണ്ട് ചരിത്രം തിരിയാൻ കാരണമുണ്ട്. इसका कारण है क्यों इतिहास क्यों बदल गया, वो इसका एक कारण है. യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട യോഹന്നാന്റെ സുവിശേഷം यूहन्ना का सुसमाचार ഒന്നാം അധ്യായം 13-ാം വാക്യം. पहला अध्याय 13 पद. കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, പറഞ്ഞാട്ടെ. ഓക്കെ. അവൻ ജഡത്തിൽ നിന്നല്ല, वो शरीर के द्वारा नहीं, രക്തത്തിൽ നിന്നല്ല, लहू से नहीं, പുരുഷന്റെ ഇഷ്ടത്താലല്ല, एक पुरुष के इच्छा के अनुसार नहीं, ഒന്നുമല്ല അവൻ ഭൂമിയിൽ ഉത്ഭവിച്ചത്. और उसके द्वारा ये कोई बात से वो संसार में आया नहीं. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉത്ഭവിച്ചു. परमेश्वर की पवित्र आत्मा के द्वारा इस संसार में हालेलुया जन्म लिया. അവന്റെ ജനനത്തിങ്കിൽ उसकी जन्म के अंदर ഹെരോദ്യ മേഖല മുഴുവൻ വിറച്ചുപോയി. और ये हेरोदा के सारा जो राज्य था वो हिल गया था. അതായിരുന്നു അവന്റെ ജനനം.
और ऐसा उसका जन्म हुआ था। അയ്യോ അവന്റെ കൂടെയാ നീ ഇരിക്കുന്നത്. और उनके साथ आप लोग आज बैठे हुए हो। നിങ്ങൾ ഇന്ന് ഒരു കാര്യം തിരിച്ചറിയണം. एक चीज आपको पहचानना है, നിങ്ങൾ ഇരിക്കുന്നവന്റെ വലിപ്പം നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം. आप जिनके साथ बैठे हुए हैं उसका वो कितना महान है, वो कितना बड़ा है, उसको पहचान लेना है। നിങ്ങളുടെ കൂടെ നടക്കുന്നവന്റെ വലിപ്പം നീ ഇന്ന് തിരിച്ചറിയണം. आपके साथ जो चल के जाते हैं उनका बड़ा और कितना बड़ा है, उसको जरा पहचान लेना है। അവന്റെ ജനനത്തിങ്കൽ ചരിത്രം തിരുത്തി കുറിച്ചെങ്കിൽ, उसकी जन्म के द्वारा अगर इतिहास अगर बदल गया, അവന്റെ മരണത്തിങ്കൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായത്. लेकिन उनका मरण के द्वारा सबसे अधिक लाभ आपको और मुझे हुआ है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അവന്റെ മരണത്തിന്റെ ബെനിഫിറ്റ് ഞാൻ നിങ്ങളും. आपका आप और हम जो है उनका मरने का जो लाभ है, आप और हम हैं। എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हो? യേശു കർത്താവിന്റെ മരണത്തിൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത്. यीशु मसीह के मरने से मुझे सबसे अधिक लाभ हुआ है। मैं कहता हूं प्रेज़ गॉड। ജയിച്ചവന്റെ കൂടെ ഇരുന്നിട്ടാ നിങ്ങൾ തോറ്റവന്റെ ചരിത്രം പറയുന്നത്. आप जो जीता है उसके साथ आप खड़े हो, इसीलिए आप हालेलुया ओ हालेलुया हारने वाली बात कब कह रहे हो? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണം. लेकिन अगर हारने की बात, अगर कोई बात आप कर रहे हो, आज ही उसको बंद करो। എസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം വായിക്കണ്ട. हेzeकिय्याह भविष्यवक्ता का किताब उसका 35वां पद। എസെക്കേലിനെ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് ദൈവം ചോദിക്കുക, एजेकियल भविष्यवक्ता जो है उनको तराई में लेके आया, उनसे परमेश्वर पूछते हैं ഈ അസ്ഥികൾ ജീവിക്കുമോ? क्या ये हड्डी जीवित होंगे? ഒരു സാധ്യതയുമില്ല. इसका कोई भी संभव नहीं है। ദൈവം എസെക്കേൽ പറയും അതിനെ നോക്കി പ്രവചിക്കാൻ. और उस समय एजेकियल से परमेश्वर कहता है कि उसको देखकर तू भविष्यवाणी दे। പ്രവചിക്കുന്നതിന് മുമ്പ് और भविष्यवाणी देने से पहले നിങ്ങൾക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം 1-ാം അധ്യായം ഞാൻ ഈ സംസാരിക്കുന്നത്. वो भाग आपको अच्छी तरह जानते हो। വായിക്കുന്നതിന് മുമ്പ് അത് എന്തായി തീരുമെന്ന് ദൈവം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. और वो पढ़ने से पहले परमेश्वर उनको बता के देते हैं कि वो क्या होने वाला है। ദൈവം നിന്റെ മുന്നിൽ ഒരു പ്രശ്നം കൊണ്ടിടുമ്പോൾ, परमेश्वर के सामने आप एक समस्या के साथ जब आते हो, നീ ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, एक विषय के लिए आप जब प्रार्थना करते हो, ദൈവത്തിന് നന്നായിട്ട് അറിയാം ഇതിന്റെ മാസ്റ്റർ പ്ലാൻ ദൈവത്തിനുണ്ടെന്ന്. परमेश्वर को अच्छी तरह पता है कि उनके हाथ में इस बात की योजना उन्हीं के पास है। പക്ഷെ ജയിച്ചവന്റെ കൂടെ ഇരുന്നിട്ട് തോറ്റവന്റെ പത്തോലാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. और वो जीता हुआ परमेश्वर के सामने बैठकर हम हार की बात करते रहते हैं। അങ്ങനെ സംസാരിക്കുന്ന ആരുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. अगर ऐसा कोई व्यक्ति है जो हार के बारे में बातचीत कर रहे हो, तो आज ही वो हार की बातों को बंद करना है। നമ്മുടെ ഭാഷ പറഞ്ഞാൽ നെഗറ്റീവ് സംസാരിക്കരുത്. आपको नकारात्मक बातें, हालेलुया, नेगेटिव बातें नहीं बोलना है। കാരണം നിന്റെ കൂടെ ഇരിക്കുന്നവൻ ജയിച്ചവനാ. क्योंकि आपके साथ जो है वो जीता हुआ है। ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതകളാണ് നിന്റെ കൂടെ ഇരിക്കുന്നത്. परमेश्वर की सारी परिपूर्णता जिसमें है वो आपके साथ में है। പിതാവാം ദൈവം തന്റെ പുത്രനെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചിട്ട് पिता परमेश्वर अपना पुत्र को क्रूस की ओर सौंप देने के बाद में, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും ബെനിഫിറ്റ് ആയിരുന്നു ആ മരണം. और उनकी मौत जो है आपके लिए और मेरे लिए वो हालेलुया एक लाभ की कारण बन गया। നിങ്ങൾ യേശു കർത്താവിന്റെ ജീവചരിത്രം നോക്കിയിട്ടുണ്ടോ? यीशु मसीह का जीवन को क्या आप देखे हो? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 30 വർഷം സൈലന്റ് പീരീഡ് ആയിരുന്നു. वो 30 साल जो है वो पूरा चुपचाप था। യോഹന്നാന്റെ കൈകളിൽ യോർദാനിൽ സ്നാനപ്പെടുന്നത് വരെ അവൻ സൈലന്റ് ആയിരുന്നു. യോഹന്നാ बपतिस्मा के हाथों में और यर्दन में जाकर जब तक उन्होंने बपतिस्मा नहीं लिया तब तक सब कुछ चुपचाप था। പക്ഷെ അവൻ സ്നാനപ്പെടുമ്പോൾ സ്വർഗ്ഗം തുറന്നിട്ട് പറഞ്ഞു, ഓ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. लेकिन वो जब बपतिस्मा लिया
तो स्वर्ग खुल गया और स्वर्ग से एक आवाज आया, परमेश्वर ने कहा ये मेरा प्रिय पुत्र है, इसमें मैं प्रसन्न हूं। ആ നിമിഷം മുതൽ അവൻ 3.5 വർഷം ആളുമാറുകയാണ് ചെയ്യുന്നത്. और उसी क्षण में 3.5 साल के लिए वो पूरी तरह बदल गया। 7 കോടതി മാറി മാറി വിധിച്ചിട്ടും 7 अलग अलग न्यायालय में उनके ऊपर में न्याय किया गया, ഒരു തെറ്റും കണ്ടില്ല. उसके अंदर में कोई भी गलत बात दिखा नहीं। എങ്കിലും പിതാവാം ദൈവം അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. लेकिन परमेश्वर, हालेलुया, पिता परमेश्वर उनको क्रूस पर जाने के लिए उनको सौंप दिया। ഞാൻ ഇതിന്ന് പ്രസംഗിക്കുന്നത് മേജർ ഹീലിംഗ് ഈ കൂട്ടത്തിനകത്ത് നടക്കും. और मैं जब आपके सामने ये प्रचार कर रहा हूं, बहुत बड़ी चंगाई आप लोग के बीच में होने वाला है। എത്ര പേർ അതങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हो? ഓ താങ്ക് യു ജീസസ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ जरा प्रार्थना कीजिए। हालेलुया, प्रेज। ഈ ക്രൂസിന്റെ ബെനിഫിറ്റ് എന്താന്ന് आप जरा देख लीजिए, हालेलुया, ये क्रूस का लाभ क्या है। എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. इफिसियों की पत्री 2 अध्याय 13 पद में ऐसा पढ़ा हुआ, ऐसा पढ़ते हैं, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ पहले जो आप लोग दूर हो गए थे, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്തിൽ സമീപസ്ഥരായി തീർന്നു. और अभी आप यीशु मसीह के अंदर में, यीशु मसीह के लहू के द्वारा आप परमेश्वर के निकट आ गए हो। ഒന്ന് ദൂരസ്ഥരായിരുന്ന നിങ്ങളെ സമീപസ്ഥരാക്കി. पहला जो है, आप लोग जो दूर हो गए थे, आप अब परमेश्वर के निकट आ गए हो। അവൻ നമ്മുടെ സമാധാനം, वो हमारा शांति है। അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. और वो 2 अलग जो भाग हो गया था उसको एक कर दिया। ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. और उस समय हालेलुया उनको जो शत्रुता था वो एक कर दिया। ജഡത്തിൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. और जो अलग और 2 भाग हो गया था उसको तोड़कर अलग कर दिया। ഇതുവരെ നിങ്ങൾ നിന്നത് പ്രാകാരത്തിലായിരുന്നു. पहले आज तक जो आप खड़े थे वो साधारण स्थल पर खड़े थे। നിങ്ങളെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറ്റുവാൻ, आपको अति पवित्र स्थान में लेके आने के लिए, പ്രാകാരത്തിൽ നിൽക്കുന്നവരാ as a son of God, ഞാൻ ദൈവത്തിന്റെ മകളാണെന്നുള്ള ബോധത്തിൽ നിങ്ങൾ കടന്നു വരാത്തക്കോണം ഈ ക്രൂസിന് കഴിഞ്ഞു. और आप लोग जब है साधारण स्थल पर खड़े हुए थे, लेकिन हालेलुया आपको अति पवित्र स्थान में लाने के लिए, परमेश्वर का पुत्र, परमेश्वर की पुत्री जैसे आपको बनाने के लिए, हालेलुया ये लहू के द्वारा, ये क्रूस के द्वारा हो पाया। നിങ്ങളെ അടുത്തു വരാൻ തടസ്സമായിരുന്ന സകല ശത്രുത്വവും, आप जो निकट आने से जो कुछ भी रोक रहा था और जो कुछ भी शत्रुता था, सब कुछ അവന്റെ ക്രൂശും മരണത്തോടെ നീക്കുകയാണ് ചെയ്തത്. उसकी क्रूस की मरण के द्वारा हालेलुया सब कुछ दूर किया गया। ഹല്ലേലൂയ, हालेलुया। എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പ്രാകാരത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ പ്രാകാരത്തിലല്ല നിൽക്കുന്നത്. मुझे अगर पूछेंगे तो बोलेंगे कि अब मैं साधारण स्थल पर खड़े हूं, लेकिन मैं अब साधारण स्थल पे नहीं खड़ा हूं, ഞാൻ അതിവിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത്. मैं अभी अति पवित्र स्थान पर खड़ा हूं। ഈ ക്രൂശിലെ ഒരു ബെനിഫിറ്റാ, നീ അപ്പനും മകനും എന്നുള്ള ബന്ധത്തിലേക്ക് പരിശുദ്ധ ദൈവം നിങ്ങളെ മാറ്റി. और ये क्रूस का सबसे अधिक जो लाभ हुआ था, वो पिता और पुत्र के जो संबंध में पिता के साथ हमारा संबंध बन गया। ഹല്ലേലൂയ, प्रेज गॉड। എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തിന്റെ മകളാണ് എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं मैं परमेश्वर का पुत्र हूं, मैं परमेश्वर का पुत्री हूं? प्रेज द लॉर्ड, हालेलुया, ഹല്ലേലൂയ, हालेलुया। ഓ എന്റെ 21ന്റെ ബലവാ, ഞാൻ 70 ബലവാ, ഞാൻ 40 ബലവാ. നോ കാൽവറിയിൽ ഒരുവൻ നിനക്ക് വേണ്ടി വില കൊടുത്തു.
ओ हालेलुया। कुछ लोग कहते हैं कि मैं 21 दिन उपवास किया, इसका फायदा है, या आप कहते हो 7 दिन मैंने उपवास किया इसलिए फायदा है, या फिर आप कहते हो कि 40 दिन उपवास किया उसका फायदा है। नहीं नहीं, परमेश्वर ने हालेलुया, यीशु मसीह ने जो हमारे लिए जो लहू बहाया, वो परमेश्वर का प्रेम जो है उसी के कारण से है। यो ഞങ്ങൾ ഫാസ്റ്റിങ്ങിനെതിരല്ല, ഞങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നവരാ। हम आपके बारे में हालेलुया वो उपवास के विरुद्ध में नहीं बोल रहे हैं, हम सब उपवास करते हैं। അപ്പനുമായിട്ട് ബന്ധമുള്ളവരാ ഞങ്ങള്। हम सब जो है पिता परमेश्वर के साथ संबंध में हैं। ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നീ പുറത്തു പോകുമ്പോഴാ, ये संबंध से आप जब दूर हो जाओगे, നിന്നെ നോക്കി ദൈവം കരയുന്നത്। जब आपको देखकर परमेश्वर रोने लगता है, അയ്യോ എന്റെ കുഞ്ഞ് പോയല്ലോ। अब मेरा बेटा दूर हो गया। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാ മകളാ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं कि मैं परमेश्वर का पिता पुत्र हूं, परमेश्वर का पुत्री हूं? നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെ, അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്। ओ हमने जो वाक्य अभी पढ़ा था हालेलुया कुलुस्सियों में, कि उसी के अंदर में हालेलुया परमेश्वर की परिपूर्णता है। അങ്ങനെ ദൈവത്തിന്റെ പരിപൂർണത കണ്ട ഒരേ ഒരാളുള്ളൂ, അവൻ നസറായ യേശു ക്രിസ്തു തന്നെ। ओ परमेश्वर की परिपूर्णता सिर्फ यीशु मसीह में ही है। അവനിൽ നിന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, उसमें अगर आप विश्वास करते हो, പൗലോസിനെ ചോദിച്ചാൽ പൗലോസ് പറയും, ഓ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ എന്റെ ഉള്ളിലിരിക്കുന്നെന്ന് പറയും। ओ पौलुस से अगर कहेंगे तो महिमा का जो आशा यीशु मसीह जो है वो मेरे अंदर में वास करते हैं। ഹല്ലേലൂയ। എത്ര പറയും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ എന്റെ ഉള്ളിലായിരിക്കുന്നത്? ओ कितने लोग बोलेंगे महिमा का आशा यीशु मसीह जो है वो मेरे अंदर में वास करते हैं। हालेलुया प्रेज गॉड। സമ്പൂർണ്ണത ഉള്ളവൻ ഉള്ളിലിരിക്കുമ്പോൾ നീ പിന്നെ എങ്ങനെ ഇരുട്ടത്തെ തപ്പിത്തടയുന്നത്? ये परमेश्वर की परिपूर्णता अगर आपके अंदर में है तो आप क्यों लड़खड़ा रहे हो? പിന്നെ എങ്ങനെ നിന്റെ വീട് ജപ്തിയാകുന്നത്? आपका घर जब्ती क्यों होगा? എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങളെ കല്യാണം നടക്കാതിരിക്കുന്നത്? आपकी बेटा बेटी का शादी क्यों नहीं होगा? സകലതും പ്രാപ്തിയാക്കാൻ കഴിവുള്ളവനാ നിന്റെ കൂടെ ഇരിക്കുന്നത്। तो सबको पूर्ण करने के लिए जो हालेलुया योग्य है, वो जो सामर्थ रखता है, वो आपके अंदर में वास करता है। അവിടെ കൊണ്ട് തീർന്നില്ല, उससे खत्म नहीं होता। മരിച്ചു അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ, वो क्रूस पर मारा गया, वो गाड़ा गया, और तीसरे दिन जो है फिर से जी उठा। ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഓ ജയിച്ചവൻ അതിന്റെ കൂടെ ഇരിക്കുന്നത്। मैंने पहले से बोला कि हम लोग जो जीता है उसके साथ में बैठे हैं। പാപത്തെ ജയിച്ചവൻ, पाप को जो जीत लिया था, പാപത്തെ ജയിച്ചവൻ, श्राप के ऊपर में जो जयवंत हुआ था, മരണത്തെ ജയിച്ചവൻ, मौत के ऊपर में भी उन्होंने जीवित जयवंत हुआ था। രോഗത്തെ ജയിച്ചവൻ, रोग के ऊपर में जो जयवंत हुआ, സകലത്തെ ജയിച്ചവൻ കൂടെ ഇരിക്കുമ്പോഴാ നാം ടെൻഷൻ അടിക്കുന്നത്। हर चीज के ऊपर में जिसने जयवंत हुआ वो अगर आपके साथ में है तो आप क्यों टेंशन ले रहे हो? എന്താ ഈ ടെൻഷൻ വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ये टेंशन क्यों है? ഞാൻ അപ്പന്റെ മകളല്ല എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ കയറുമ്പോഴാണ് ടെൻഷൻ വരുന്നത്। आपके हृदय के अंदर में ऐसा हालेलुया आपको लगता है कि मैं ये पिता का पुत्र नहीं हूं, ये पिता का पुत्री नहीं हूं, ऐसा आवाज अगर आपके हृदय में आता है तो आपको ये डर लगता है। അങ്ങനെ ആർക്കെങ്കിലും ചിന്തിച്ചോണ്ട ഇന്ന് ആ മനസ്സിൽ നിന്ന് എടുത്തുകളാ, പറ ഞാൻ യേശു കർത്താവിന്റെ പുത്രനാ, ഐ ആം എ സൺ ഓഫ് ഗോഡ്। अगर कोई भी ऐसा व्यक्ति है जो ऐसा आपके हृदय के अंदर में आवाज कर रहा है कि मैं परमेश्वर का पुत्र नहीं हूं, तो आज उसको निकाल डालो, खुद बोलो हालेलुया मैं परमेश्वर का पुत्र हूं, परमेश्वर की पुत्री हूं। प्रेज गॉड। ഞാനും നിങ്ങളും സ്വർഗത്തിന്റെ പിതാവാം ദൈവത്തിന്റെ പ്ലാനിലുള്ള പുത്രി പുത്രന്മാർ തന്നെയാ। ओ हम लोग आप और हम जो है ये परमेश्वर के जो योजना के अनुसार हालेलुया और स्वर्ग में वास करने का वाला परमेश्वर की योजना के अनुसार पुत्र और पुत्री है। യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ, यीशु मसीह को इस संसार में भेजने के समय ही ഞാനും നിങ്ങളും അവന്റെ പ്ലാനിലുള്ളവർ തന്നെയായിരുന്നു। आप और हम जो है उनके योजना के अंदर में घुस गए थे। എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ അവന്റെ പ്ലാനിലാ നിൽക്കുന്നത്।
और कितने लोग विश्वास करते हैं कि मैं उनके योजना के अंदर में हूं? ഞാൻ പിതാവിന്റെ പ്ലാനില പുത്രനെ നയിക്കുന്നത്. और पिता के योजना के अंदर में पुत्र मुझे चला रहा है. നിങ്ങൾ വാ തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ പിതാവിന്റെ പ്ലാനില നിൽക്കുന്നത്. अपने मुंह खोल के बोलिए, मैं पिता के योजना में खड़ा हूं. കാരണം ഞാൻ എന്റെ ബലത്തിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ ബലത്തിലത്രേ ആശ്രയിക്കുന്നത്. और मैं अपने सामर्थ में नहीं खड़ा हूं, परमेश्वर के बल में, हालेलुया, परमेश्वर के सामर्थ में खड़ा हूं. ഞാൻ എന്റെ ബലത്തിലല്ല ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ ബലത്തിലത്രേ ആശ്രയിക്കുന്നത്. मैं अपने बल में आश्रय नहीं रखता, परमेश्वर के सामर्थ में आश्रय रखता हूं. ഞാൻ എന്റെ നീതിയിലല്ല ദൈവത്തിന്റെ നീതിയിലത്രേ ആശ്രയിക്കുന്നത്. मैं अपना धर्म में नहीं, लेकिन परमेश्वर के धर्म में अपना आश्रय रखता हूं. കാരണം പൗലോസ് പറയാ, ഓ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, അവൻ നിന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒന്നിനും 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 ഒരു കുറവും ഉണ്ടാകത്തില്ല. वो प्रेरित पौलुस ऐसा कहता है, क्योंकि महिमा का जो आशा परमेश्वर यीशु मसीह मेरे अंदर में है, इसलिए मेरे हर चीज में या कोई भी चीज में मुझे कोई कमी घटी नहीं होगा. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സമ്പൂർണ്ണത എപ്പോഴാ നിങ്ങൾ ഇൻബിൽട്ട് ആകുന്നത് നിങ്ങൾക്കറിയാമോ? क्या आप जानते हो कि परमेश्वर की परिपूर्णता आपके अंदर में कब बढ़ने लगता है? ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. और जल्दी से बोल के मैं आप लोग के लिए प्रार्थना करना चाहता हूं. ദൈവത്തിന്റെ സമ്പൂർണ്ണത നിങ്ങൾ എപ്പോഴും ഇൻബിൽട്ടാ, നിങ്ങൾ എപ്പോഴും വിശ്വാസം. और परमेश्वर की परिपूर्णता जो है आपके अंदर में है, हालेलुया. सबसे पहली बात विश्वास है. കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. और कुलुस्सियों की पत्री, हालेलुया, 2 अध्याय 12वां पद. സ്നാനത്തിൽ നിങ്ങൾ बपतिस्मा के अंदर में നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും आप उनके साथ में, हालेलुया, गाड़े गए हो. അവനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച और जो मरे हुए के अंदर से जो फिर से जी उठलाया था, ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ, और परमेश्वर की, हालेलुया, चलने वाली विश्वास के अनुसार അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. आप उनके साथ में जी उठे हो. ഹല്ലേലൂയ. എന്നെ Praise God. ദൈവത്തിന്റെ മക്കളെ, और क्योंकि आप लोगों ने परमेश्वर के सामर्थ में विश्वास किया, जिसने उनसे, സ്നാനപ്പെടുമ്പോൾ क्योंकि आप उसके विश्वास के द्वारा जब बपतिस्मा लोगे, ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയായ പരിശുദ്ധാത്മാവ്, परमेश्वर की परिपूर्णता जो परमेश्वर की पवित्र आत्मा है, നിങ്ങൾ സ്ഥാനപ്പെടുമ്പോൾ, വിശ്വാസത്തിൽ സ്ഥാനപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ ഇൻബിൽട്ട് ആയിരിക്കുന്നു. और जब आप विश्वास की जो बपतिस्मा लेते हो, उसी समय ये आपके अंदर आ जाता है. നിങ്ങളത് തിരിച്ചറിയുമ്പോൾ അന്യഭാഷയോട് സംസാരിക്കുന്നത്. आप जब पहचान लोगे तो अन्य भाषा में बातचीत करने लगते हो. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ ദൈവത്തിന്റെ സർവ സമ്പൂർണ്ണതയത്രേ. और उस समय धीरज के साथ आप कह सकते हो कि मैं परमेश्वर यीशु मसीह की परिपूर्णता हूं. എത്ര പേർക്ക് വാ തുറന്ന് പറയാൻ, ഞാൻ ദൈവത്തിന്റെ സർവ സമ്പൂർണ്ണതയത്രേ. कितने लोग हालेलुया साहस के साथ बोल सकते हो, मैं परमेश्वर का परिपूर्णता मैं हूं. നിങ്ങൾ നടക്കാത്ത, നിങ്ങൾക്ക് ബ്ലോക്ക് ആയ ജോലി നോക്കി നീ പറയണം, ഞാൻ ദൈവത്തിന്റെ സർവ സമ്പൂർണ്ണതയത്രേ. आपकी नौकरी जो है आपके सामने जो रुक गया था, उसको देखकर आप बोलो, मैं परमेश्वर का परिपूर्णता हूं. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിവാഹം നോക്കി നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തിന്റെ സർവ സമ്പൂർണ്ണതയത്രേ. अपने बच्चों की शादी को देखकर आप बोलो, मैं परमेश्वर का परिपूर्णता हूं. ഏതു മേഖലയാ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്നത്, ആ മേഖല നോക്കി നിങ്ങൾ ഇത് കൽപ്പിച്ചു കൊടുക്കണം, ഞാൻ ദൈവത്തിന്റെ സർവ സമ്പൂർണ്ണതയത്രേ. आपका कोई भी जो जगह है जो हालेलुया लटका हुआ है या रुक गया है, उसको देखकर आप बोलो, मैं परमेश्वर का परिपूर्णता हूं. എത്ര പേർ ഇങ്ങനെ വാ തുറന്ന് പറയും? कितने लोग मुंह खोल के बोलोगे? ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया. പാമ്പ് കടിച്ച് 9 ഡയാലിസിസ് കഴിഞ്ഞതായിരുന്നു. सांप काटने के बाद 9 डायलिसिस हुआ था. മെഡിക്കൽ സയൻസ് പറഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. और मेडिकल साइंस ने कहा कि हमारे बच्चे नहीं होंगे. വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞു. उन्होंने बोला कि शादी करने की जरूरत नहीं. വിവാഹം കഴിച്ചു.
मैंने शादी किया, 3 കുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് തന്നു. परमेश्वर ने मुझे 3 बच्चे दिए. ഹല്ലേലൂയ. हालेलुया. മെഡിക്കൽ സയൻസ് പറഞ്ഞാൽ ബൈബിൾ എന്ത് പറയുന്നു? मेडिकल साइंस को अलग रखो, लेकिन परमेश्वर की पवित्र वचन क्या कहता है? ആദ്യം ആമേൻ പറയുക. ओ उसका अधिकार के साथ बोलो. നിങ്ങൾക്ക് പറയാനൊക്കെ ഞാൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത നിങ്ങളുടെ വിഷയത്തെ നോക്കി പറയാനൊക്കുമോ? क्या आप अपने विषय को देखकर बोल सकते हो कि मैं परमेश्वर की परिपूर्णता हूं? ഹല്ലേലൂയ. Praise God. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, मुझे देखने वाला, मुझे सुनने वाला परमेश्वर के बच्चों, ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. मैं अधिक बातें नहीं बोल रहा हूं. ഒന്ന്, അവനല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. वही जो मेरे अंदर में परमेश्वर की परिपूर्णता उसके द्वारा वास करता है. പരിപൂർണ്ണ ഉള്ളവനാ നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത്. वो जो परिपूर्ण था वो आपके लिए हालेलुया क्रूस पर मारा गया, वो गाड़ा गया, फिर से जी उठा. ഈ പരിപൂർണ്ണ ഉള്ളവനാ നിന്റെ കൂടെ ഇരിക്കുന്നത്. और ये परिपूर्णता जिसने प्राप्त किया वो आपके साथ में है. നിങ്ങളെ നോക്കി ആരെങ്കിലും കുറവുള്ളവനാന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ ദൈവത്തിന്റെ പരിപൂർണതയാ. आपको देखकर अगर आपको कोई कमी या घटी निकालता है तो उनको देखकर बोलो हालेलुया, मैं परमेश्वर की परिपूर्णता मेरे अंदर में वास करता है. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. मैं आपके लिए प्रार्थना करना चाहता हूं. എന്റെ വിഷയത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ പരിപൂർണതയാ. और मेरा विषय यही है कि आप परमेश्वर की परिपूर्णता है. അത് നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നു ആ ടൈമിൽ അത് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും. और जब हालेलुया आप विश्वास करोगे तो आपके जीवन में वो काम करने लगेगा. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ പരിപൂർണത ചലിക്കാൻ തുടങ്ങും. आज के दिन में आपके परिवार के अंदर में परमेश्वर की परिपूर्णता काम करने लगेगा. ദൈവത്തിന്റെ പരിപൂർണത ചലിച്ചാൽ, और अगर परमेश्वर की परिपूर्णता चलने लगेंगे പിശാചിന് ഇരിക്കാനൊക്കത്തില്ല, और शैतान बैठ नहीं पाएगा. കടഭാരത്തിന് ഇരിക്കാനൊക്കത്തില്ല. आपके जीवन में हालेलुया ओ जो डेप्थ जो है नहीं रहेगा. ശാപത്തിന് ഇരിക്കാനൊക്കത്തില്ല. श्राप रहेगा नहीं. ഇത് പുറത്തു പോയേ ഒക്കത്തുള്ളൂ. वो बाहर निकलना ही पड़ेगा. പൗലോസ് പറഞ്ഞ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അതിന്റെ കൂടെ ഇരിക്കുന്നത്. क्योंकि प्रेरित पौलुस जैसे कहता है, महिमा का आशा यीशु मसीह आपके अंदर में वास कर रहे हैं. പൗലോസ് പറഞ്ഞ ഒരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാ. प्रेरित पौलुस एक बात बोलता है, मुझे बहुत पसंद है. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? वो क्या है? പൗലോസ് എനിക്ക് പുകഴുവാൻ ഒത്തിരി ഉണ്ട്. और प्रेरित पौलुस ऐसा कहता है कि मुझे प्रशंसा करने के लिए बहुत सारी बातें हैं. എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ടെന്നാ പൗലോസ് പറയുന്നത്. और प्रेरित पौलुस कहता है कि मेरे शरीर में, मेरी शारीरिक बातों में आश्रय रखने के लिए बहुत सारी बातें हैं. 8ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, 8वें दिन में मैंने हालेलुया सर्कमसाइज किया था. ഇസ്രായേൽ ജാതിയൻ, और इस्राएल का मैं नागरिक हूं. ബെന്യാമിൻ ഗോത്രക്കാരൻ, बेंजामिन के गोत्र में था. എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായൻ, इब्राहिम के बीच में जन्मित था. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, और धर्म के अनुसार, धर्मशास्त्र के अनुसार मैं फरीसी हूं. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, और मेरा जो तेज के अनुसार मैंने कलीसिया का उपद्रव किया था. ഒത്തിരി കാര്യം ഇതെല്ലാം ഞാൻ ക്രിസ്തുവേശുവിന് വേണ്ടി ത്യജിച്ചു കളയുക. और ये सब जो है, जो वो प्रशंसा करने के लायक था, उसको सब यीशु मसीह के कारण हालेलुया मैं कूड़ा समझता हूं. പൗലോസിന്റെ വിഷയം യേശു കർത്താവാ. लेकिन प्रेरित पौलुस के लिए जो विषय है, जो महत्वपूर्ण है, वो सिर्फ यीशु मसीह है. അയ്യോ, ഞാനായിരുന്നു ഇതെല്ലാം പൊക്കി പിടിച്ചോണ്ട് നിന്നേനമായിരുന്നു. अगर मैं होता तो ये सारे बातों को उठा कर खड़ा रहता. അതെല്ലാം ചപ്പന്നും ചവർന്നും എന്നിട്ട് ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ലാക്കിലേക്ക് അവൻ ഓടുകയാ ചെയ്തത്. और ये सबको जो है वो कचरा और कूड़ा समझकर यीशु मसीह को देखकर वो चलने लगा. ഹല്ലേലൂയ. प्रेज़ गॉड. നിങ്ങൾക്കുള്ള സകലത നിന്ന് മാറ്റി വെച്ചോ. आपका जो कुछ भी अपना कह सकते हो उसको अलग कर लो. കർത്താവ് തന്നതാ. वो जो कुछ भी दिया है परमेश्वर ने दिया है. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് मैं प्रार्थना करने से पहले 2 കൈ പൊക്കി സറണ്ടർ ചെയ്യും. और दोनों हाथों को उठाकर हालेलुया हम समर्पण करते हैं.
വേറൊന്നുമില്ല. കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവേ, बोलो परमेश्वर से कि है मेरे द्वारा नहीं हो सकता, എന്നെ നീ സഹായിക്കണപ്പാ. मुझे हालेलुया मेरी मदद कर प्रभु. ഞാൻ കർത്താവിനെ ഡാഡിയെന്നാ വിളിക്കുന്നത്. मैं अपना परमेश्वर को हालेलुया डैडी कहता हूं, पापा कहता हूं. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം അപ്പനെ. आप जो चाहते हो आप बुला सकते हो. കാരണം പ്രാകാരത്തിൽ നിന്ന് നിങ്ങളെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് അടുപ്പിച്ചിരിക്കുക. ओ साधारण स्थल से आपको हालेलुया अति पवित्र स्थान में लेके आए हैं. ഇനി പ്രാകാരത്തിലല്ല നിങ്ങളുടെ സ്ഥാനം. आपका जगह और साधारण स्थल पर नहीं. നിങ്ങൾ അതിവിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങൾ കൃപാസനത്തിനകത്താണ് നിൽക്കുന്നത്. आप अति पवित्र स्थान में कृपा के स्थल में हालेलुया आप खड़े हो. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ തന്ന അവന്റെ കൃപാസനത്തിൽ നിർത്തിയിരിക്കുക. ओ हालेलुया अब्बा पिता कहने के लिए, पुकारने के लिए हालेलुया ओ पुत्रत्व का आत्मा आपको दिया गया है. ഞാൻ എപ്പോഴും പറഞ്ഞൊരു പദമുണ്ട്, ദൈവമാണ് അവൻ ചുവരിലിരിക്കും. ओ अगर वो परमेश्वर है तो वहां पर हालेलुया बैठा रहेगा. ദൈവമാണ് അവനെ ചുവരിലിരുത്താം. वो अगर वो परमेश्वर है तो वो दीवार पर बिठा सकते हैं. അപ്പനാണ് അവൻ നിന്റെ കൂടെ വരും. लेकिन अगर वो पिता है तो वो साथ में आएंगे. പറഞ്ഞ അവൻ എനിക്ക് അപ്പനാ, അവൻ എനിക്ക് അപ്പനാ. वो मेरा पिता है, वो मेरा पिता है. ऐसे पुकार कर बोलिए, മകനാ മകളാ, നിങ്ങൾ വാതൊന്നും പറഞ്ഞാട്ടെ. मैं परमेश्वर का बेटा हूं, परमेश्वर का बेटी हूं. खुद बोलिए हालेलुया. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സൗഖ്യം നടക്കുന്നു. मैं जब बोल रहा हूं तो हालेलुया यूट्रस के साथ में जो कुछ भी हालेलुया बात है उसके ऊपर में चंगाई हो रहा है. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കാമോ? अगर ऐसा कोई भी है जरा हाथ जरा उठाइए. ഓ റിഖാല, ഒന്ന് പ്രതികരിക്കാമോ? ओ आप जरा सा हाथ उठाइए. प्रेज. ഓ റിഖാല മോസ്ബൻ ബ്രൈമസിയ. ഓ സിഖ, ഒന്ന് പ്രതികരിക്കാമോ? हालेलुया प्रेज. യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സൗഖ്യത്തെ പരിശുദ്ധ ചെയ്യുന്നു. ओ यूट्रस के अंदर में जिसका कोई भी हालेलुया ओ कुछ हालेलुया रोग है उसके ऊपर में बहुत बड़ा एक चंगाई गुजर रहा है. ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ ആ ഭാഗത്ത് കരങ്ങൾ വെച്ചോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. अगर आप अपने हाथ जरा वहां पे रखेंगे तो आपके लिए प्रार्थना करने वाला हूं. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. आप अगर अनम्यूट करके हालेलुया आगे बढ़ेंगे तो आपके लिए मैं प्रार्थना करना चाहता हूं. हेलो. यस प्रेस लॉर्ड पास्टर जी. हेलो प्रेस लॉर्ड पास्टर. बोलिए पास्टर जी, मेरा यूट्रस नीचे आ गया है तो बहुत तकलीफ होती है मेरे को. ഓക്കെ, ആ ഭാഗത്തോട്ട് കൈവച്ചോ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. സഭ ഒന്നിച്ചാ പ്രാർത്ഥിക്കുന്നത്. वहां पर आपका हाथ रखिए, आपके लिए प्रार्थना करने वाले हैं. നിങ്ങൾ സർവസമ്പൂർണതയാ. आप हालेलुया बोलिए कि आप परमेश्वर की परिपूर्णता है. ആന്റി തന്നെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. आप खुद प्रार्थना करने वाले हो. ജയിച്ചവന്റെ കൂടെ ഇരുന്നിട്ട് തോറ്റവന്റെ ചരിത്രം പറയാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ओ हम जीता हुआ जयवन यीशु मसीह के साथ में है, इसलिए हारा हुआ बात नहीं बोलने वाले हैं. ഒറ്റ സൗഖ്യം 3000 കയറ്റിയ പോലെ ഈ കുടുംബം മുഖാന്തരം അനേകം ചർച്ചത്ത് കയറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഡാഡി. ओ एक ही व्यक्ति के द्वारा 3000 लोग हालेलुया ओ कलीसिया के अंदर में आया. उसी तरीके से हालेलुया पिताजी हम प्रार्थना करते हैं कि एक ही चंगाई के कारण में वो हजारों कलीसिया के अंदर में आने पाए. പ്രാരംഭത്തിലെ പറഞ്ഞു, മേജർ സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കും. മെഡിക്കൽ സയൻസ് ഞെട്ടുന്ന സൗഖ്യങ്ങളെ കർത്താവ് ഈ കൂട്ടത്തിനകത്ത് വെക്കും. ओ पहले से मैंने बोला था हालेलुया ओ बहुत बड़ा हालेलुया चंगाई होगा. ओ मेडिकल साइंस जो छोड़ दिया था ऐसा चंगाई हमारे बीच में होगा. ഡാഡി, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. पिताजी हालेलुया यीशु मसीह के नाम से हालेलुया एक ही मन के साथ हम मिलके प्रार्थना करते हैं. എന്റെ കൂടെയുള്ള എല്ലാ അഭിഷിക്തന്മാരും കരങ്ങളെ നീട്ടിയാട്ടെ. सारे अभिषेक दास हालेलुया अपने हाथों को उठाइए. സഭയുടെ ഒറ്റ മനസ്സോടുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ओ कलीसिया का एक ही मन से जो प्रार्थना है, ദൂതന്മാർ ഇറങ്ങുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. दूत लोग उतर के आते हैं. ഡാഡി, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.
ओ डैडी हालेलुया, यीशु मसीह के नाम से मैं प्रार्थना करता हूँ। യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡാഡി. हम प्रार्थना करते हैं पिताजी, हाले यीशु मसीह के नाम में इसी समय में हालेलुया चंगाई होने पाए। ഡാഡി ഈ സീസൺ കഴിയുമ്പോൾ, ഈ വർഷം കഴിയുമ്പോൾ, ओ हालेलुया, ये सीजन होने के बाद, ये साल होने के बाद സാക്ഷ്യങ്ങളുടെ ഒരു വലിയ കൂട്ടം ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ओ इस परिवार के अंदर में अद्भुत गवाही के साथ इस परिवार के अंदर में होगा। അടുത്ത സിസ്റ്ററെ കർത്താവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഭയങ്കര ബ്രേക്ക് ത്രൂ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. और दूसरी बात जो है, परमेश्वर कहते हैं कि नौकरी के संबंध में आपके जीवन में बहुत बड़ा छुटकारा होने वाला है। ഇത് ഞാനിത് പറയുമ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട ആർക്ക് ഫെബ്രുവരി മാസവുമായി ബർത്ത്ഡേ അങ്ങനെ ഉള്ള ആരും ഇതിനകത്തുണ്ടോ? और यहाँ पे मैं जब बोल रहा हूँ हालेलुया, और फरवरी महीने में जिसका अगर किसी का हालेलुया और जन्मदिन है, ऐसा कोई व्यक्ति है क्या? अनिता सिस्टर आपका? मेरा फेब्रुअरी में जन्म, फेब्रुअरी बर्थडे है। ഫെബ്രുവരി ഈ ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സീസൺ കർത്താവ് തിരിക്കുന്നതിനോട് പറയാൻ പറയുന്നു. ओ परमेश्वर कह रहे हैं कि हालेलुया फरवरी महीने से आपका पूरा मौसम बदलने वाला है। എന്റെ ഉറക്കം കളയുന്ന ഒരു ദൂതനുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതനുണ്ട്. ओ मैं जब प्रार्थना करने के लिए आता हूँ, मेरे साथ में एक परमेश्वर का दूत है। ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ചാലോ ഭയങ്കര സ്വസ്ഥതയുടെ ഒരു സീസൺ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഡാഡി. ओ यीशु मसीह के नाम से हालेलुया आज से लेकर ओ बहुत बड़ा शांति का एक मौसम आपके जीवन में प्रकट होने के लिए प्रार्थना करते हैं पिताजी। ഭയങ്കര തിരുവ ഈ കുടുംബത്തെ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണത ഞങ്ങൾ കൽപ്പിച്ചാക്കി പ്രാർത്ഥിക്കുന്നു പപ്പാ. ओ फरवरी में हालेलुया इस परिवार के अंदर में बहुत बड़ा एक बदलाव हालेलुया यीशु मसीह के नाम से होने के लिए हालेलुया हम प्रार्थना करते हैं पिताजी। അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. आप ऐसा करते हैं इसलिए धन्यवाद देते हैं पिताजी। നാമത്തിൽ തന്നെ यीशु मसीह के नाम से मांगते हैं। രണ്ട് ഈ മുസ്ലിം അങ്ങനെ കുടുംബത്തിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ऐसा कोई है जो मुस्लिम परिवार से है? അങ്ങനെ ഫാമിലിയിൽ നിന്ന് സഹോദരന്മാർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ?